Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What major changes are happening in your relationship? Love life will എന്തൊക്കെ major changes ആണ് or എന്ത് major blessings ആണ് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി മെയ് മാസം സംഭവിക്കുന്നത്, എസ്പെഷ്യലി വരുന്നൊരു 7 days നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, 1 weekനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, what major changes are happening in your relationship, love life, romantic life? So നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. പുതിയ ഇഷ്ടം ഉണ്ടാവുക, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ടാവുക, സ്പെഷ്യൽ താല്പര്യങ്ങൾ ഉണ്ടാവുക. മെയിനായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ബെറ്റർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാവുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ കോൺസെപ്റ്റ് മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ചില ആളുകൾക്ക് വളരെ വിയേർഡ് ആയിട്ടുള്ള ചില താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ ഇഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ ഈ മാസം കുറെ കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും ആൻഡ് ചില അട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില സമയത്ത് നമുക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ സംഭവിക്കാത്തത്, എന്താണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ഒരു പ്രോഗ്രസ് ഇല്ലാതെ കിടക്കുന്നത്, സോ ആ ഒരു പ്ലേസിലേക്ക് നോക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ്, ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളും ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് സമയമായിട്ട് സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന മേജർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഏരിയാസിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ, അവിടെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളോ ഓർ ഇല്ലാത്ത ആളുകളോ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട് ചില ആളുകളുടെ അടുത്തുനിന്ന് ഓർ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തുനിന്ന് വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില താല്പര്യങ്ങള്, ചില ആഗ്രഹങ്ങള് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ കുറച്ചുകൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആവുന്നതും അല്ലെങ്കിൽ ഇമോഷണലി കുറച്ചുകൂടെ ബാലൻസ്ഡ് ആവുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരുപാട് ഓപ്പൺ ആവുന്നതായിരിക്കാം. നിങ്ങളുടെ താല്പര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആക്ഷൻസ് ഓർ നിങ്ങളുടെ ജസ്റ്റേഴ്സ് നിങ്ങളുടെ പാർട്ട്ണർക്കോ ഓർ നിങ്ങൾ ആരെയാണോ അട്രാക്ട് ചെയ്യുന്നത് ഓർ നിങ്ങൾക്ക് മ്യൂച്വലി കണക്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് വാക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർക്ക്. ഓക്കെ, സോ ചില സർപ്രൈസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഓർ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ചില സർപ്രൈസ്, ചില ഇവന്റ്സ് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാര്യങ്ങൾ വളരെ സീരിയസ് ആക്കി എടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൊമാൻറ്റിക് ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്, ലൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. സോ എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണർ ഓർ നിങ്ങൾ ആരെയാണോ അട്രാക്ട് ചെയ്യുന്നത് ഓർ നിങ്ങളുടെ ചുറ്റുള്ള ആളുകൾക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം നിങ്ങളുടെ റിയാക്ഷൻസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം. ഓക്കെ, സോ ചില ആളുകൾ പുതിയ പുതിയ താല്പര്യങ്ങള്, ഇഷ്ടങ്ങള് ഓർ ചില കാര്യങ്ങളൊക്കെ പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ചില ഇമോഷണൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള ചില ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇമോഷണൽ ബ്ലാസ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്. റൈറ്റ്, സോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലെ. സോ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് പറയേണ്ട ആളുകളുടെ അടുത്ത് പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് ഫുൾഫിൽഡ് ആവുക. ചില ഇമോഷണൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ പറയാൻ മടിച്ചിട്ടുള്ളതും എക്സ്പ്രസ് ചെയ്യാൻ മടിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. സോ ചില കാര്യങ്ങൾ ഇത്ര ഡീപ്പായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അത്ര കാലം പറയാൻ മടിയായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അവിടെ എക്സ്പ്രസ്ഡ് ആവുന്ന സമയത്ത് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഈസി ആവുന്നുണ്ട്.
ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പെയിൻ ആണ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ആ ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതല്ല, നിങ്ങൾ എന്താണോ ഹൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പെയിൻ അത് പുറത്തേക്ക് വരുന്നുണ്ട്, ആൻഡ് അത് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആൻഡ് അത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വേദനയായിട്ട് ഒരു മനസ്സിൽ കിടന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പെയിൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഓർമ്മയാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓൾറൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട് ചില ആളുകൾ. കാരണം ചില നല്ല സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടെ അത് പോയി കളക്ട് ചെയ്യാൻ കഴിവുണ്ടാവണം നമുക്ക്, അല്ലെ? സോ നമ്മൾ ചില റൈറ്റ് ആയിട്ടുള്ള അവസരങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ അത് സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. റൈറ്റ്, സോ നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വിഷമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് കാണേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വേദന, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യത്തിന് ഒരു രീതിയിലും ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാം. ഓൾറൈറ്റ്, സോ പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഓപ്പൺ ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് കൊടുക്കണം, പുതിയ എക്സ്പെക്ടേഷൻ കൊടുക്കണം, പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചില ആളുകൾ അതുപോലെ നിങ്ങളെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കാരണം നിങ്ങൾക്ക് വരുന്നത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരു പ്ലേസിലേക്ക് തന്നെ നോക്കിയിട്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങള് നിങ്ങൾ മനസ്സിൽ വെച്ച് നിങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ വഴികൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യത്തിന് റൈറ്റ് ആയിട്ട് സംഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, relate with your situation, what you need to know about your relationship, and what major blessings are coming for you. Alright, so ചില റിട്ടേൺസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആൻഡ് അഗെയിൻ ചില റിട്ടേൺസിന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും താല്പര്യങ്ങൾ തോന്നുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ചില മാറ്റങ്ങൾ അത് നിങ്ങളുടെ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം. സോ അത് റിലേഷൻഷിപ്പിലേക്ക് തിരിയാനുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾ റിലേറ്റ് ചെയ്യാം, ആൻഡ് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പാണ്, നിങ്ങൾക്കൊരു ഫ്യൂച്ചർ കാണാത്തൊരു റിലേഷൻഷിപ്പാണ്, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു റിട്ടേൺസ് നിങ്ങളെ ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചില ആളുകൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത്. യു നോ എക്സാക്ട്ലി whom I'm talking about, right? And നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ അടുത്ത് കമ്മിറ്റ്മെന്റ്സ് കാണിക്കണം. കമ്മിറ്റ്മെന്റ്സ് കാണിക്കേണ്ടത് നിങ്ങളെ ചില വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മെന്റാലിറ്റി കാണിക്കുക. ഓൾറൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആക്കി അല്ലെങ്കിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ട് കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യത്തിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്വാളിറ്റി ഉള്ള കാര്യത്തിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം സീയിങ് ഇസ് ലൈക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോം, ആൻഡ് അവിടെ ആ ഒരു വീട് ആഗ്രഹിക്കുന്ന ആളുകൾ, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ആ ആളുകളുടെ പ്രസൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലേസിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ താമസിക്കുന്ന ഒരു പ്ലേസ്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണ്, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ആരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് റിട്ടേൺ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്, മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, so let's take a few more message. What major changes are happening in your life, relationship? Okay, so നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് വിത്ത് റൈറ്റ് എക്സ്പീരിയൻസ്, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ, റൈറ്റ് ആയിട്ടുള്ള മെമ്മറീസ്. ഓക്കെ, സോ ചില സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഓക്കെ, സോ സി ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രോങ്സ്റ്റ് വേർഷൻ കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് മീ, ലൈക്ക് ഡെഫിനറ്റ്ലി എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആരോ ഒരാൾ നിങ്ങളുടെ അടുത്ത് വളരെ സന്തോഷമായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. മേ ബി അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കണം. മാർക്ക് മൈ വേർഡ്സ്. ഓക്കെ, സോ ദിസ് ഇസ് വെരി സ്പെഷ്യൽ മെസ്സേജ് ടു സംബഡി. ഓക്കെ, സോ ആരോ നിങ്ങളുടെ അടുത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ട്, നിങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട്, നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആക്കി ആരെങ്കിലും വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം ചില ആളുകൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ആരെങ്കിലും. സോ ആ ഒരു പ്രൈസിൽ നിങ്ങൾ വീഴാതിരിക്കുക. സ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമായിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓൾറൈറ്റ്, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രൈസിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയിൽ നിങ്ങൾ വീഴാതിരിക്കാം. ഓക്കെ, ബിക്കോസ് ഈ സമയം നിങ്ങൾ ഒരുപാട് അട്രാക്ഷൻ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോഴായിരിക്കും ഒന്ന് എണീറ്റ് വരുന്നുണ്ടായിരിക്കുക ചില പ്ലേസിൽ നിന്നൊക്കെ, അല്ലെ, കുറച്ചുകൂടി സ്ട്രെങ്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കുക, കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് മെന്റലി ഫിസിക്കലി ഇമോഷണലി ഒരു സ്ട്രെങ്ത് തോന്നുന്നത് ഈ ഒരു ടൈമിലായിരിക്കാം. ഓർ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ ഉണ്ടാവാൻ പോകുന്ന ഒരു ചേഞ്ചും എന്ന് പറയുന്നതും അതാണ്. നിങ്ങൾ ഫിസിക്കലി ഒക്കെ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഫൈനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഓർ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കുറെ കൂടെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ആൻഡ് അവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് വരുത്താൻ സാധിക്കുന്നുണ്ട്. Exactly. Alright, so we have almost all the queens here. Queen of Pentacles, Wands and Swords. Okay, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ സ്ട്രോങ് ആവുന്നുണ്ട്, നിങ്ങളുടെ അട്രാക്ഷൻ അവിടെ സ്ട്രോങ് ആവുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഈവൻ നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ ഹുവർ ഇറ്റ് ഈസ്, സോ നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് അത് എത്രമാത്രം മറ്റുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾ മേ ബി ലൈക്ക് ഒന്നിലേക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിഷമമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കണം മനസ്സിൽ, പക്ഷെ ചില ആളുകൾ അതിലേക്ക് അതൊക്കെ നിങ്ങൾ ഒരു ഓർമ്മകളാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ ഇത്ര കാലമായിട്ട് സ്റ്റക്കായിട്ട് നിങ്ങളുടെ ഒരു വിഷമത്തിൽ സ്റ്റക്കായിട്ട് നിന്നിട്ട് ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഓർമ്മകളാക്കി മാറ്റി നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ ചില കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, അത് നിങ്ങളെ വീണ്ടും അതിലേക്ക് പിടിച്ചു നിർത്താൻ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ എത്രമാത്രം ആ ഒരു പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട്, എത്രമാത്രം ആ സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ ചില സമയത്ത് ആ ഒരു ഡിവൈൻ, ചില സമയത്ത് നമ്മളെ അങ്ങനെയാണ് ഡിവൈൻ പരീക്ഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുക. ഓൾറൈറ്റ്, സോ നമ്മൾ ഓക്കെ ഓവർകം ആയിട്ടുണ്ട്, ബട്ട് എത്രമാത്രം ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ഡോണ്ട് സ്റ്റക്ക്. ഓക്കെ, സോ ഞാൻ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്തിനാണ് വരുന്നത്, അതെന്റെ റൈറ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണോ വരുന്നത്, സോ ഞാൻ വീണ്ടും ചാൻസ് കൊടുക്കണോ? നോ നോ നോ, ഇറ്റ്സ് അഗെയിൻ എ ടെസ്റ്റ്. ഓൾറൈറ്റ്, ചില കാര്യങ്ങളെ നിങ്ങൾ സ്ട്രോങ് ആക്കുകയാണ്, ചില കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി കൺഫർമേഷൻ ഉണ്ട്, നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ട കൺഫർമേഷൻ എന്ന് പറയുന്നത്. സോ അവിടുന്ന് നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്തോ ബേസ്ഡ് ഓൺ ദാറ്റ് ആളുകൾക്ക് ചാൻസ് കൊടുക്കാതിരിക്കുക. ഓൾറൈറ്റ്, സോ ഓൾ അപ് ടു യു. കാരണം ഈ ഒരു സമയത്ത് ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ റിലേറ്റ് വിത്ത് യുവർ ലൈഫ് സിറ്റുവേഷൻ. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.